എന്തായാലും അങ്ങ് തരുന്നതാണെന്ന് കരുതി ഞങ്ങൾ അത് സ്വീകരിക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുക. അല്ലാതെ മുന്നിലിപ്പോ വേറെ വഴിയൊന്നുമില്ലല്ലോ ഭഗവാന്. വിഷ്ണു അല്ലേ? കാര്യങ്ങളൊക്കെ രഞ്ജൻ വിളിച്ച് പറഞ്ഞിരുന്നു. രഞ്ജനുമായിട്ട് അടുത്ത പരിചയമാണല്ലേ? ആ, അമ്മയ്ക്ക് കുറേ നാൾ മുമ്പ് ഫിനാൻസ് പരിപാടി ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ പിരിവും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ഞാനായിരുന്നു. അപ്പോൾ അന്നത്തെ ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമറായിരുന്നു രഞ്ജൻ്റെ അച്ഛൻ. ആ, രഞ്ജന്റെ അച്ഛൻ മാത്രമല്ല, അന്നത്തെ ഒട്ടുമിക്ക ബിസിനസ്സുകാരും ഒരു ആശ്രയമായി കണ്ടിരുന്നത് സത്യാമ്മയെ തന്നെയാ. ഞാനും അക്കാര്യത്തിൽ സത്യാമ്മയോട് കടപ്പെട്ട ആളാ. ഞാൻ എൻ്റെ ആദ്യത്തെ ലോറി വാങ്ങാൻ കാശ് വാങ്ങിയതും സത്യാമ്മയുടെ കയ്യിൽ നിന്ന് തന്നെയാ. അമ്മയുടെ കൈനീട്ടം കിട്ടി രക്ഷപ്പെട്ടവരേ ഉള്ളൂ. പക്ഷെ അതാരും സാറ് പറയുന്ന പോലെ പറയില്ലെന്ന് മാത്രം. അയ്യോ, വിഷ്ണു എന്നെ സാറേന്നൊന്നും വിളിക്കണ്ട. എൻ്റെ പേര് സുബൈർ. എല്ലാവരും സ്നേഹത്തോടെ സുബൈർക്കാന്ന് വിളിക്കും. വിഷ്ണുവും അങ്ങനെ തന്നെ വിളിച്ചാൽ മതി. കേൾക്കാനും വിളിക്കാനും മനസ്സിന്റെ അടുപ്പം നിലനിൽക്കാനും ഒക്കെ ആ വിളി തന്നെയാ നല്ലത്. സാറേ, ഞാൻ വന്നതിൻ്റെ കാര്യം രഞ്ജൻ പറഞ്ഞു കാണുമല്ലോ. എന്ത് പണിയെടുക്കാനും ഞാൻ തയ്യാറാ. എനിക്കൊരു ജോലി വേണം, അതുകൊണ്ടാ. ഇവിടെ ഉള്ളത് ഡ്രൈവർ പണിയാ. ലോറി ഓടിക്കില്ലേ? ഹെവി ലൈസൻസ് ഉള്ളതല്ലേ? ആ, അതൊക്കെ ഉള്ളതാ. പിന്നെ അറിയാലോ, കുറച്ച് റിസ്ക് ഉള്ള പണിയാ. തടിയെടുക്കാനും മറ്റുമൊക്കെ ആയി കൂപ്പിലൊക്കെ പോവേണ്ടി വരും. എന്ത് പണി പറഞ്ഞാലും ചെയ്യേണ്ടിയും വരും. അതിലൊന്നും ഒരു കുഴപ്പമില്ല. എനിക്കിപ്പോൾ അത്യാവശ്യം ഒരു ജോലിയാ. സത്യാമ്മ എങ്ങനെയാ ജീവിച്ചിരുന്നതെന്നും അവരുടെ സമ്പത്തും പ്രൗഢിയും എന്തായിരുന്നു എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അവരുടെ മകൻ ഒരു ജോലിക്കായി വരണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തായിരിക്കുമെന്ന് എനിക്ക് ചോദിച്ചറിയാതെ തന്നെ ഊഹിക്കാവുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിച്ചവരെ എനിക്കൊരിക്കലും കൈവിടാനാവില്ല. അവരെ കൂടെ നിർത്താനും അവരുടെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു പിടിക്കാനും എന്നെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യും. ചില ചതികൾ വരുന്നത് ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്ന് തന്നെയാവും സുബൈർക്ക. അങ്ങനെ ഒരു ചതിയിൽ എൻ്റെ അമ്മ പെട്ടു. ചതിക്ക് സപ്പോർട്ടായിട്ട് മകനെ പോലെ വളർത്തി കൊണ്ടുവന്നവൻ കൂടി കൂട്ടിയിരുന്നപ്പോൾ അമ്മ തളർന്നു. ഒപ്പം എൻ്റെ കുടുംബവും വീണു. അതിൽ നിന്ന് രക്ഷിച്ചെടുക്കാനുള്ളൊരു ശ്രമം. ഇക്കടം മുമ്പിൽ വന്നിങ്ങനെ നിൽക്കേണ്ടി വന്നത് അതുകൊണ്ടാ. ഈ ദുനിയാവ് നല്ല മനുഷ്യരെ കൊണ്ടല്ല വിഷ്ണു നിറഞ്ഞു നിൽക്കുന്നത്, പിശാചുക്കളെ കൊണ്ടാ. അവരുടെ ഇടയിൽ നമ്മളെപ്പോലുള്ള മനുഷ്യരെ ഇട്ടിട്ട് ദൈവം നിന്ന് ചിരിക്കുക. നീ ഇതിൽ നിന്നൊന്ന് കരകയറി കാണിക്കേ, ഞാനൊന്ന് കാണട്ടെ എന്ന്. അത്തരം വെല്ലുവിളികളാ നമ്മുടെ ഈ ജീവിതം. പിന്നെ ഇവിടെ ഇപ്പോ ലോറികൾക്കെല്ലാം ഡ്രൈവർമാരുണ്ട്. പിന്നെ ഒരു ലോറിയുടെ ഡ്രൈവർ നാട്ടിൽ പോയിട്ട് മാസം 1 ആവാൻ പോകുന്നു. ഞാൻ അയാളെ ഒന്ന് വിളിക്കട്ടെ. അയാൾക്ക് ജോലിയിൽ കയറാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലോറിയിൽ കയറാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും വഴിയുണ്ടാക്കാം. വിഷ്ണുവിനെ എനിക്കങ്ങനെ തള്ളിക്കളയാനാവില്ലല്ലോ. വലിയ ഉപകാരക്ക, നിങ്ങളെ ദൈവം രക്ഷിക്കും. ഒരു ജോലിക്ക് വേണ്ടി ഞാൻ കുറേ അധികം അലഞ്ഞു. എല്ലായിടത്തും വിദ്യാഭ്യാസമുള്ളവരെ മാത്രമേ അവർക്ക് വേണ്ടൂ. പലരും ഒഴിവാക്കി വിട്ടു. ആ സങ്കടം ഞാൻ രഞ്ജൻ വിളിച്ചപ്പോൾ പറഞ്ഞു. അങ്ങനെ സുബൈർക്കയുടെ പേര് രഞ്ജൻ പറഞ്ഞതേ. അപ്പോൾ എടാ കിട്ടിയടാ, ജോലി കിട്ടി. നമുക്കിത് ആഘോഷിക്കണം. നിനക്കെന്താ വേണ്ട പറ. അതെ, എനിക്കധികം സന്തോഷമൊന്നുമില്ല. അത് അങ്ങനെ ഒരു ടോക്ക്. എനിക്കൊരു പണി കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ആഗ്രഹിച്ചത് നീയല്ലേ? അവിടെ ഇപ്പോ എന്താ ജോലി? ഡ്രൈവർ.
വെറും ഡ്രൈവർ അല്ല, ലോറി ഓടിക്കുന്ന ഡ്രൈവർ. അതത്ര ചെറിയ കാര്യമൊന്നുമല്ല, മനസ്സിലായ? എന്റെ ആശാനെ പോലെ ഒരാള് വെറൊരു ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു പറയുമ്പോ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്റെ മനസ്സിൽ അങ്ങനെയൊന്നും അല്ല. എടാ, നിനക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തോന്നണതാ, മറ്റുള്ളവർക്ക് അത് തോന്നണമെന്നുണ്ടോ? മറ്റുള്ളവർക്ക് മുമ്പിലേ ഞാൻ വെറുതെ 4ാം ക്ലാസ് മുസ്തിയാ. എടാ, എനിക്ക് ഇപ്പൊ കിട്ടിയ ഈ ജോലി തന്നെ വലിയ മഹാഭാഗ്യം എന്ന് കരുതിയാ മതി. ആശാനെ, അതൊക്കെ ശരി തന്നെ. ആശാൻ ഒരു ലോറി വാങ്ങിച്ച് ആ ലോറിയെ ഓടിക്കുന്നെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. സ്വന്തം ലോറിയല്ലേ. എത്രയോ മുതലാളിമാർ അങ്ങനെ ഓടിക്കുന്നുണ്ട്. ഇത് വല്ലവർക്കും വേണ്ടി മണ്ണടിക്കാനും തടിയെടുക്കാനും പോവാന്ന് വെച്ചാ ഒന്നുമല്ലല്ലോ. ആശാൻ കലക്ടറിന്റെ ഭർത്താവല്ലേ. ഏട്ടനെ പോലും ആശാൻ ഓർത്തില്ലല്ലോ. നിർത്ത്. എല്ലാ പണിക്കും അതിൻ്റെതായിട്ടുള്ള അന്തസ്സുണ്ട് കേട്ടാ. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ ഭാര്യ തന്നെയാ. അതുകൊണ്ട് നീ അത് കളാ, അവൾ അറിഞ്ഞോണ്ട് കുഴപ്പമൊന്നുമില്ല. എടാ കമല, എന്നെ പോലുള്ളവന് ഈ കോട്ടും സൂട്ടിട്ടുള്ള ജോലിയൊന്നും കിട്ടില്ല. എടാ, ഇന്നത്തെ കാലത്ത് 4 അക്ഷരം പഠിച്ചവനെ മാർക്കറ്റുള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിലേ 2 കാര്യങ്ങൾക്കായിട്ട് നടക്കണം. ഒന്ന് കല്യാണം, മറ്റൊന്നേ ഇതുപോലെ ജോലി തെണ്ടി നടക്കുക. രണ്ടിടത്തും പഠിപ്പ് വലിയൊരു പ്രശ്നമാണ്. കല്യാണം പിന്നെ എങ്ങനെയാ നടന്നത് എനിക്കറിയാം, അതുകൊണ്ട് അതിങ്ങനെയൊക്കെ പോയി. പക്ഷെ ഇതെന്നെ അങ്ങ് വട്ടം കയറി പിടിച്ചു. അതിൽ നിന്നുള്ള രക്ഷനാണ് ഈ ഡ്രൈവർ പണി. എന്നാലും ഈ ലോറി നിർത്ത്. നീ ഇനിയിപ്പോൾ എന്തൊക്കെ പറയാനും ഞാൻ ഈ ജോലി ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിലൊരു മാറ്റമൊന്നുമില്ല. ആശാനെ, എന്നാലും ഇത് ഒരെന്നാലും ഇല്ല. എടാ, പണ്ടത്തെ കാലമൊന്നുമല്ല. നേരത്തെ നമ്മൾ ഗുണ്ടാപ്പേര് വരുത്തോളം വലിയ കാശ് പിടിക്കാതെ തിണ്ടമ്മൾക്ക് കാണിച്ചു തരുന്ന പോലെ ഇനി നടക്കാൻ പറ്റില്ല. അതേ, പണ്ടത്തെ ചോരത്തിളപ്പിന്റെ പ്രായമൊക്കെ മാറി കേട്ടാ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കയ്യിൽ ഈ നാടൻ തല്ലുകൊണ്ടേ ഇപ്പോഴത്തെ പിള്ളേരെ അടുത്ത് പോയിട്ട് ഒരു കാര്യമില്ല, നമ്മുടെ പരിപ്പെടുത്ത് കളയും. പിന്നെ ജീവിക്കാനായിട്ട് ഇങ്ങനെ പല വേഷം കെട്ടേണ്ടി വരൂടാ. അതിലൊരു വേഷം ഇത്. അങ്ങനെയും കരുതിയാ മതി. എന്നാ പിന്നെ പോയാലോ? എങ്ങോട്ട്? എടാ പൊട്ട, എനിക്ക് ജോലി കിട്ടിയ ചെലവ് വേണ്ടേ? എന്നാലും ആശാനെ, അത്രയും വലിയ വീട്ടിൽ കഴിഞ്ഞ സത്യമ്മയുടെ മകൻ. എടാ, സത്യഭാമയുടെ മകനായതുകൊണ്ടാ അന്തസ്സായിട്ട് പണിയെടുത്ത് തന്നെ കഴിയണമെന്നുള്ള ചിന്ത ഉണ്ടായത്. മുമ്പ് വാടക വീട്ടിൽ കഴിഞ്ഞതും മരമില്ല് പണിക്ക് പോയതൊന്നും നീ മറന്നു കാണാൻ വഴിയില്ലല്ലോ. അതൊക്കെ ഓർമ്മയുണ്ട്. ആ, എന്നാ പിന്നെ നമ്മൾ ഇതിൽ നിന്ന് തുടങ്ങുന്നു. ഞാൻ ഡ്രൈവർ, നീ എൻ്റെ ശിഷ്യൻ. പുതിയ രൂപം, പുതിയ ഭാവം. നമ്മൾ തുടങ്ങാടാ ഒരു നല്ല പുതിയ ജീവിതം പിടിച്ചെടുക്കാൻ. എങ്കിൽ കേട്ടോ, ഈ വീട്ടിൽ നിന്ന് നിങ്ങളെ ഇറക്കി സാധാരണ വാഴ വയ്ക്കുമെന്നാണ് പറയാറ്. പക്ഷേ ഇത് ഞങ്ങള് വാറ്റുചാര കേന്ദ്രമാക്കും, അല്ലെങ്കിൽ ഇത് വ്യഭിചാരശാലയാക്കും. രാഘവേട്ടാ, മതി ഒരുങ്ങിയത്, ഇങ്ങോട്ട് വാ. ആ പിള്ളേ, എനിക്ക് ഈ വീടിന്റെ മൊത്തത്തിലൊരു ഫോട്ടോ എടുക്കണം. എടുത്തോ സത്യാമേ, ഞാൻ ഒതുങ്ങിയിരിക്കാം. രാഘവേട്ടാ, വാ.
രാവിലെ റെഡിയാവാൻ പറഞ്ഞപ്പോൾ ഞാൻ കരുതി പോലെ ക്ഷേത്രത്തിലും മറ്റു പോകാനായിരിക്കുമെന്ന്. ഒരിടത്തും പോകാനൊന്നുമല്ല, ഒരു ഫോട്ടോ എടുക്കാനാ. ഈ വീടിന്റെ മുന്നിൽ നിന്നേ നമ്മൾ ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കണം എന്നൊരാഗ്രഹം. ഈ വയസ്സുകാലത്ത് ഇങ്ങനെ ഫോട്ടോയുടെ ആവശ്യമുണ്ടോ ഭാമേ? ഒരുപാട് കാലം സ്നേഹിച്ചും ലാളിച്ചുണ്ടാക്കിയ വീടല്ലേ രാഘവേട്ട ഇത്. രാഘവേട്ടന്റെ സ്വപ്നം. ഈ വീട്ടിലേക്ക് ഞാൻ വന്നു കയറിയപ്പോ രാഘവേട്ടൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇതൊരു കൊട്ടാരമാണ്. ചോര നീരാക്കി രാഘവേട്ടൻ പണിതുയർത്തിയ കൊട്ടാരമാണെന്ന്. എന്നെ കൊട്ടാരത്തിലെ രാജ്ഞിയായിട്ട് തന്നെയാ രാഘവേട്ടൻ ഇതുവരെ വാഴിച്ചിട്ടുള്ളത്. ആ കൊട്ടാരത്തിൽ നിന്ന് നമ്മളിപ്പോ പടിയിറങ്ങാൻ പോകുന്നേ. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഇവിടേക്ക് കയറാൻ പറ്റില്ലല്ലോ നമുക്ക്. അതുകൊണ്ട് പഴയ ഈ രാജാവിനെ രാജ്ഞിക്കും കാണാൻ വേണ്ടിയാ ഈ ഫോട്ടോയൊക്കെ എടുക്കുന്നത്. കൊച്ചുമക്കളും അവരുടെ മക്കളും ഒക്കെ വലുതാകുമ്പോഴേ ഈ കൊട്ടാരവും ഈ കൊട്ടാരത്തിന്റെ മുന്നിൽ നിൽക്കുന്ന രാജാവിനെയും രാജ്ഞിയും ഒക്കെ നമുക്കവരെ കാണിച്ചു കൊടുക്കാം. രാഘവേട്ടൻ വാ, വന്ന് നിന്നേ വാ. വന്ന് നിൽക്കാം, പക്ഷേ മനസ്സുറന്ന് ചിരിക്കാൻ പറയരുത്. സ്വന്തം മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് പുറമേനെ അഭിനയിക്കാൻ വയ്യാത്തോണ്ടാ. അപ്പോ ഞാൻ കാണിക്കുന്നത് എനിക്കിതിലൊന്നും സങ്കടമില്ലെന്നാണോ കരുതിയേക്കുന്നത്? ചങ്കുരുവുന്നുണ്ട്, പക്ഷെ പുറത്ത് കാണിക്കില്ല, ചത്താലും കാണിക്കില്ല. ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ, ചത്താലും ചമഞ്ഞു കിടക്കണമെന്ന്? സത്യഭാമ അങ്ങനെ തന്നെയായിരിക്കും. ഒരു തുള്ളി കണ്ണുനീർ ഈ സത്യഭാമയുടെ കണ്ണിൽ നിന്ന് വീഴില്ല. ഇത് നമ്മളായിട്ട് അല്ല, ഞാനായിട്ടുണ്ടാക്കിയ ബാധ്യതയാ. അതിന് കരയാൻ പോലും യോഗ്യതയില്ലാന്ന് മനസ്സിലാക്കി തന്നെയാ സത്യഭാമ പറയുന്നത്. ഈ വീടൊഴിയുമ്പോ സത്യഭാമ കരയില്ല. അതൊക്കെ പോട്ടെ, രാഘവണ്ണിങ് വന്നേ, നമുക്ക് ഫോട്ടോ എടുക്കാം, വാ. ആ പിള്ളേ, താൻ തന്നെ അവന്റെ ഫോട്ടോഗ്രാഫർ. ഡാ ഡാ പിടിക്ക് പിള്ളേ, ക്യാമറ ഓണ്. ഡാ പിടിക്ക്. വാ വാ രാഘവേട്ടാ, വാ. ചെല്ല്. പിള്ളേ, ആദ്യം ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്ക്. വീട് മുഴുവൻ കിട്ടണേ, കേട്ടോ? രണ്ടുപേരും കൂടി ചേർന്ന് നിൽക്കണ ഫോട്ടോ എടുക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ചേർന്ന് നിൽക്കണം. മതിയോ? ആ മതി. ഇനി ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ഫോട്ടോ. അത് വേണോ പാമേ? വേണം. ചിരിക്ക്. വാ പൊന്നി, നീയും വാ. ഇവളെ നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. വാ പൊന്നി, വാടി. സത്യമേ, വാ. പൊന്നി, ഇനി നീ പോയി ഫോട്ടോ എടുക്ക്, പിള്ള വന്ന് നിൽക്കട്ടെ. ചെല്ലേ. വാ പിള്ളേ.
പൊന്നി എടുക്ക. എവിടെ കാണിച്ചേ? രാഘവേട്ടാ, ഫോട്ടോ ഒക്കെ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. സത്യാമേ, ആ, ഉം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദേ, സഹതാപമാണെങ്കിൽ പറയണ്ട. അതിപ്പോ കേൾക്കാനുള്ള ഒരു മൂടും എനിക്കില്ല. പറഞ്ഞാൽ അവിവേകമാണെങ്കിൽ പൊറുക്കണം. ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് പറയുകയാണെന്ന് കരുതിയാ മതി. നാട്ടിൽ എനിക്ക് ചെറിയൊരു കൂരയുണ്ട്. ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്ന എന്റെ വീട്ടിൽ താമസിക്കാം. ഉള്ള സൗകര്യത്തിലൊക്കെ നമുക്കവിടെ താമസിക്കാം. ഒരാളും നിങ്ങൾ അവിടുന്ന് ഇറക്കി വിടില്ല. കുറച്ച് ദിവസങ്ങളായി ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഭാര്യയെ വിളിച്ച് ചോദിച്ചപ്പോ അവക്ക് 100 സമ്മതം. പിള്ളയുടെ മനസ്സിന് 100 നന്ദി. അങ്ങനെ പറയാൻ തോന്നിയല്ലോ. അല്ല, പിള്ളയുടെ വീട്ടിലിപ്പോ ആരൊക്കെയുണ്ട്? ഞാനും ഭാര്യയും 2 പെൺമക്കളും. പെൺമക്കളുടെ കല്യാണം കഴിഞ്ഞതല്ലേ? അതെ, ഇതൊക്കെ സത്യാമ്മയ്ക്ക് അറിയാലോ. അവർക്ക് കുട്ടികളുണ്ടെന്നും അറിയാലോ. അറിയാം. പിള്ളേ, അപ്പൊ പിന്നെ എങ്ങനെയാ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ വന്ന് നിൽക്കുന്നത്? എന്തായാലും പിള്ള ക്ഷണിച്ചല്ലോ, അതെന്നെ വലിയ സന്തോഷം. ആ, ഇനി നിങ്ങൾ രണ്ടുപേരും അകത്തെന്തെങ്കിലും ജോലി ഉണ്ടേ പോയി നോക്ക്. ഞാനും രാഘവേട്ടനും മുറ്റത്തെന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞൊന്ന് നിൽക്കട്ടെ. ആ. ചെല്. രാഘവേട്ട, എന്താ ആലോചിക്കുന്നത്? ഇങ്ങനെ സ്നേഹം മാത്രം നെഞ്ചി കൊണ്ടു നടക്കുന്ന ഈ പിള്ളയെ പോലുള്ളവരെയൊക്കെ ഇന്നത്തെ കാലത്ത് മഷിട്ട് നോക്കിയാൽ പോലും കാണില്ല പാമേ. നമ്മളെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമെന്നുള്ള വഴി ആലോചിച്ചുകൊണ്ട് നടക്കുക ആ പാവങ്ങള്. നമ്മുടെ കാര്യത്തിൽ അവർക്ക് വലിയ സങ്കടമുണ്ട്. എന്നിട്ടും നിനക്കൊരു കൂസലില്ല പാമേ. കൂസലുണ്ടായ വീടുണ്ടാവോ? പൈസ വരുവോ? അല്ല, നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ തീരുവോ? വരട്ടെ, 1-2 ദിവസം ഉണ്ടല്ലോ, നമുക്ക് അപ്പം നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. രാഘവേട്ട, എന്ത് സംഭവിച്ചാലും ഒരു കൂരയ്ക്ക് താഴെ നമ്മൾ രണ്ടുപേരും ഉണ്ടാവും. അത് ഞാൻ ഉറപ്പ് തരാം. രാഘവേട്ട, എല്ലാ ഫോട്ടോകളും നന്നായിട്ടുണ്ടേ. അമ്മേ, നമ്മൾ കണ്ട അച്ഛൻ വഴക്ക് പറയോ? ഇല്ല മോളെ, മോളെ ഒന്നും പറയില്ല. മോള് പോയി അച്ഛനെ വിളിച്ചാൽ മതി. ശരി. അച്ഛനെ കൊണ്ട് നമ്മളിവിടുന്ന് പോവൂ അല്ലേ അമ്മേ? അതെ.
അച്ഛാ അച്ഛാ അച്ഛൻ കള്ളു കുടിക്കല്ലേ? അച്ഛനെന്നെ മനസ്സിലായില്ലേ? കള്ളു കുടിച്ചോണ്ട് അച്ഛനെന്നെ മനസ്സിലാവത്ത്. ഞാനാ അച്ഛാ പപ്പി, അച്ഛന്റെ മോള്. അച്ഛൻ എന്റെ അടുത്ത് ദേഷ്യമാണോ? മോളെ